ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു സിംപ്ലി പഞ്ചമി വ്ളോഗ്സ്. ഇന്ന് മനസ്സിന് വളരെ വിഷമമുള്ള ഒരു ന്യൂസ് ഞാൻ കേട്ടു കേട്ടോ. നമ്മുടെ UAE ഒരു മലയാളി പെൺകുട്ടി സ്വന്തം കുഞ്ഞിന് 1.5 വയസ്സുള്ളൊരു കുഞ്ഞു തന്നെ ഈ ഒരു മലയാളി പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനിടയായ ഒരു സംഭവം ഞാൻ കേട്ടു. ഒരു ന്യൂസ് ഞാൻ വായിച്ചു. വളരെ വിഷമം തോന്നിയിട്ടാണ് ഞാൻ ആ കുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ ആ കുട്ടി വളരെ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ കുട്ടി കടന്നുപോയ മാനസിക സംഘർഷങ്ങൾ. ഒരാൾ ഒരു ആത്മഹത്യ ചെയ്യാം എന്ന് തീരുമാനം എടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന അവർ ഗോ ത്രൂ ചെയ്യണ കുറച്ച് ഒരു സ്റ്റേജ് ഉണ്ട്. അത് വല്ലാത്തൊരു സ്റ്റേജാണ് കേട്ടോ. ആ ലെറ്ററിൽ ആ പെൺകുട്ടി വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അവളുടെ മാനസികമായ അവൾ ബുദ്ധിമുട്ടുകൾ. കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ സ്ത്രീധനം കുറഞ്ഞു പോയി, പൈസ ഇല്ലാത്ത കുട്ടിയാണ്, വീട് ഇല്ല, സ്ത്രീധനമായിട്ട് കാറ് കിട്ടിയില്ല, ഇങ്ങനത്തെ ഒരേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആ കുട്ടീനെ മാനസികമായി പീഡിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. വളരെ ശരിയാണ്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ 2025 ആയിട്ട് പോലും ഈ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അത് മാറിയിട്ടില്ല നമ്മുടെ സമൂഹത്തിൻ്റെ. ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചിട്ട് കൊടുക്കുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും വളരെ സുരക്ഷിതമായ ഒരു കൈകളിലേക്കാണല്ലോ ഏൽപ്പിക്കുന്നത് വെച്ചിട്ട് അത്രയും സന്തോഷത്തോടെയാണ് ആ ഒരു കല്യാണം നടത്തുന്നത് അല്ലേ. പല വീടുകളിലും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് കടം വാങ്ങിച്ച് ഇവിടെ സൊസൈറ്റിയിൽ കൊണ്ട് ആധാരം പണയം വെച്ച് അങ്ങനെയൊക്കെയായിരിക്കും എല്ലാവരുടെ കൈയും കാലും പിടിച്ചിട്ട് എന്നാലും ആ ഒരു കല്യാണം നന്നാക്കിയെടുത്ത് കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് ആ ഒരു സ്വർണം കുറവാന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടുകാരും അതിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാക്കുമ്പോൾ എത്ര കേസുകളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. പലരും അത് മുഖത്ത് നോക്കിയിട്ടല്ല പറയാം, ഡയറക്റ്റും പറയും ഇൻഡയറക്റ്റും പറയും. അങ്ങനെ പറയുന്ന പല ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും, നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോഴും അവരുടെ കാഴ്ചപ്പാട് മാറിയിട്ടില്ല. ആ പെൺകുട്ടീനെ പഠിപ്പിച്ചിട്ടുണ്ട്, ആ കുട്ടിക്ക് ഇവിടെ ജോലിയുണ്ട്. അതാണ് ഏറ്റവും വലിയ സ്ത്രീധനം. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സ്ത്രീധനം പഠിപ്പും വിവരവും വിദ്യാഭ്യാസവുമാണ്. അത് കൊടുക്കാൻ തന്നെ അച്ഛനമ്മയും ആരും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരും ഇപ്പോൾ പണക്കാരൊന്നും ആയിരിക്കില്ല. എല്ലാവരും പല സ്റ്റേജിൽ കൂടെ ഗോ ത്രൂ ചെയ്തതായിരിക്കും. അവർ അത്രയും കഷ്ടപ്പെട്ട ഒരു കുട്ടീനെ പഠിപ്പിച്ചെടുത്ത് കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ പെണ്ണും വീട്ടിൽ നിന്ന് സ്വർണം പോരാ, പെണ്ണും വീട്ടുകാരെ കൊണ്ട് എന്ത് ഉപകാരമുള്ളത്, പെണ്ണും വീട്ടിൽ നിന്ന് കാറ് കിട്ടിയിട്ടില്ല. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണോ അവർ കല്യാണം കഴിക്കുന്നത്? എന്തിനാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്? ഈ പെണ്ണും വീട്ടിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ മനസ്സിലാക്കണം, അവൾക്ക് ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ 1,00,000 രൂപ അവൾക്ക് സ്ത്രീധനമായിട്ട് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യണേ ഇത് കൊടുക്കണേക്കാളും നല്ലത് അവൾക്കൊരു വിദ്യാഭ്യാസം അവർ കൊടുത്തിട്ടുണ്ട്. അവളുടെ ഒരു മാസത്തെ ശമ്പളമായിരിക്കും വേണമെങ്കിലും ഈ 1,00,000 രൂപ അല്ലേ. അത്രയ്ക്കും ഒരു വലിയൊരു നിധിയാണ് അവൾക്ക് ഈ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഭർത്താവ് നമ്മൾ കൊടുക്കുന്നൊരു പെൺകുട്ടീനെ. എന്നിട്ടും അവർക്ക് വേണ്ടത് സ്ത്രീധനം, കല്യാണം ആർഭാടമായി. അവൾ ആ ലെറ്ററിൽ എഴുതിയിട്ടുള്ളതാണ്, കല്യാണം ആർഭാടമായി നടത്തിയില്ല, സ്ത്രീധന തുക കുറഞ്ഞു പോയി, അതേപോലെ തന്നെ കാറ് വാങ്ങിച്ചില്ല. ഇങ്ങനെ പറഞ്ഞ് ഇതിനു മുന്നും നമ്മൾ പല ആൾക്കാരുടെ ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട്. പല പെൺകുട്ടികളും ഈ ഒരു പേരിൽ ഇപ്പോഴും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പല വീടുകളിലും ഇതിനെക്കുറിച്ച് സംസാരം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും തല്ലൂട്ടങ്ങളോ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ നമ്മളിങ്ങനെ പെണ്ണും വീട്ടുകാരെ കൊണ്ട് എന്ത് കിട്ടിയിടാ നിൻ്റെ പെണ്ണും വീട്ടിൽ നിന്നും ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. ഒരു പെണ്ണെന്ന നിലയിൽ അവൾക്ക് ചില സമയങ്ങളിൽ നമുക്കത് കേട്ടിരിക്കാനേ പറ്റുള്ളൂ. ഇനി നമ്മൾ കേട്ടിരുന്ന് നമ്മളത് കുറേ ക്ഷമിച്ച് അവസാനം നമ്മൾ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. അവൾ എന്നോട് അങ്ങനെ സംസാരിച്ചു ഇങ്ങനെ സംസാരിച്ചു. പക്ഷെ ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളിതൊന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. ഇപ്പോൾ ആ പെൺകുട്ടി പറയാണ് അവളുടെ വോയിസ് മെസ്സേജിൽ അവളെക്കൊണ്ട് ഇനി ഉപകാരമില്ല എന്ന്. അതായത് അവളെക്കൊണ്ട് ഇനി ഒരു ഉപകാരമില്ല, അവളുടെ വീട്ടിൽ നിന്ന് അവൾ പൈസക്കാരിയല്ല, അവൾ പൈസക്കാരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് ഒരു ഉപകാരമില്ല, അതുകൊണ്ട് അവളെ വേണ്ട. അവന് വേറെ പല പെൺകുട്ടികളായിട്ടും ഇതേപോലത്തെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. ഒറ്റ പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞ് കൊണ്ടുവരുമ്പോൾ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് ഒറ്റയ്ക്ക് നിർത്തണം, അല്ലെങ്കിൽ അവരെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയും കടന്നു വരുന്നില്ല. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം, ഭർത്താവിൻ്റെ വീട്ടുകാരെ സന്തോഷത്തോടെ ജീവിക്കണം. ഈ ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കും എല്ലാവരും ഈ ഒരു ധാരണ കൊണ്ട് തന്നെയായിരിക്കും വന്നിട്ടുണ്ട്. പക്ഷെ അവൾ അവിടെ നേരിടുന്നത്
ഇത് വേറെ വീട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടിയാണ്. വേറെ വീട്ടിൽ നിന്ന് വന്ന് ഇവരെ വീട്ടിലേക്ക് വരുമ്പോൾ ഒന്നാമത് ഇവരുടെ വീട്ടിലത്തേക്കായിട്ടൊരു ആ സാഹചര്യമായിട്ട് അവർക്ക് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം കൊടുക്കണം. പൊരുത്തപ്പെടാൻ സമയം കൊടുക്കണം. അതിൻ്റെ ഇടയിൽ സ്ത്രീധനം കുറഞ്ഞു പോയി. ഇതൊന്നല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്, ഞങ്ങൾ ഇതിനും കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തന്നെ പെണ്ണും വീട്ടിൽ നിന്ന് എന്ത് കിട്ടി, ആരും തിരിഞ്ഞു നോക്കാനില്ലല്ലോ, ഒരു ഉപകാരമില്ലാത്ത ആൾക്കാർ, ഇങ്ങനെ കണക്ക് പറഞ്ഞ് ചോദിക്കുന്ന കുടുംബം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഇത്രയും വിവരമില്ലാത്തവരാണോ നമ്മുടെ നാട്ടിൽ ഉള്ളവർ? വളരെ വിഷമം തോന്നി ആ ന്യൂസ് എനിക്ക് കേട്ടപ്പോൾ. വളരെ വളരെ വിഷമം തോന്നിയിട്ടുണ്ടാകും. ആഫ്റ്റർ മാരേജ് നമുക്ക് ബാക്കി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ആൺകുട്ടിയോടും പെൺകുട്ടിയോടും കൂടിയാണ് കേട്ടോ ഞാൻ പറയണത്. ആഫ്റ്റർ മാരേജ് നമുക്ക് എന്തൊക്കെ സംഭവിച്ചാൽ പോലും നമ്മൾ ഒരിക്കലും നമ്മൾ ആത്മഹത്യനെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത് കേട്ടോ. നമ്മൾ ആ ഒരു സമയത്ത് ഒരൊറ്റ മിനിറ്റ് ഉണ്ടാവുള്ളൂ. ഒറ്റ മിനിറ്റിലായിരിക്കും നമുക്ക് ഈ ആത്മഹത്യ ചെയ്യാം എന്ന ചിന്ത വരുന്നത്. ഒറ്റ മിനിറ്റ്. പക്ഷെ നമ്മൾ ആ ഒറ്റ മിനിറ്റ് നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് നഷ്ടമാവുന്നത് നമുക്ക് മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഭാര്യയ്ക്കാണെങ്കിലും അത് ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും നഷ്ടമാണ് നമുക്ക് മാത്രമാണ്, നമ്മുടെ അച്ഛനമ്മമാർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ നമുക്കുണ്ടായ മക്കൾക്ക് മാത്രമാണ്. ഈ ചെയ്ത പ്രതികളോ വേറെ ആരാണെങ്കിലും അവർ സന്തോഷത്തോടെയാണ് ജീവിക്കുക, ആത്മഹത്യ ചെയ്യുക. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് കടന്നു പോകുമ്പോൾ 1 മിനിറ്റ് നമ്മുടെ മൈൻഡ് ചേഞ്ച് ആവും. ഞാൻ എന്തിനാ ജീവിക്കണത്, ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണത്, അങ്ങനൊരു ചിന്താഗതി വരും. ഓഫ് കോഴ്സ് ആ സമയത്ത് തെറ്റായൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മളെ മാത്രമേ പറയുള്ളൂ. നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്, നമുക്ക് നല്ലപോലെ ജീവിക്കാനുള്ള തൻ്റെ ഇടമുണ്ട്, നമുക്ക് ആരും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നമ്മളെന്തിനു മറ്റുള്ളവരെ പേടിക്കണം, നമ്മളെന്തിനു ആത്മഹത്യനെ കുറിച്ച് ചിന്തിക്കണം? ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം ഇനി ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എടുക്കരുത്. ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ അത് തെളിയിക്കപ്പെടും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിരിക്കും. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആത്മഹത്യനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ഒരു ഫാമിലി ഇഷ്യൂ അല്ലെങ്കിൽ ഓഫീസ് ഇഷ്യൂ, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമുക്ക് ദൈവം തന്നിട്ടുള്ള ഇത്രയും നല്ലൊരു ജന്മം നമ്മൾ കളയരുത്. പാവം കുട്ടി എന്നുള്ള ലേബൽ നമുക്ക് വേണ്ട കേട്ടോ. പെൺകുട്ടികളോടാണെങ്കിലും ആൺകുട്ടികളോടാണെങ്കിലും പറയാണ് പാവം, അവൻ പാവം, അവൾ പാവം, ഈ ഒരു ലേബൽ നമുക്ക് വേണ്ട. അത് നമ്മുടെ നാശത്തിലേക്കുള്ള ലേബലാണ്. നമ്മൾ പ്രതികരിക്കാൻ പഠിക്കണം. എപ്പോഴാണോ നമ്മൾ പ്രതികരിക്കുന്നത് അപ്പം മുതൽ ആൾക്കാർ നമുക്ക് ഓപ്പോസിറ്റായിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കും. നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കാൻ മടിക്കരുത്. അത് നാട്ടുകാരെ എന്ത് വിചാരിക്കും, വീട്ടുകാരെ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മിണ്ടാതിരിക്കരുത്. നോ പറയേണ്ടടുത്ത് നോ പറയണം, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ നിങ്ങൾ ചെയ്യണം. അല്ലാതെ നമ്മൾ ആത്മഹത്യനെ കുറിച്ചിട്ടല്ല നമ്മൾ ചിന്തിക്കുന്നത്. ആൺകുട്ടികളോടാണെങ്കിലും പെൺകുട്ടികളോടാണെങ്കിലും 2 പേരോടും കൂടിയിട്ടാണ് പറയണത്. അങ്ങനെ നമ്മൾ പ്രതികരിച്ചു എന്ന് പറഞ്ഞ് നമുക്കൊരു അഹങ്കാരി പട്ടം വന്നു, അവൾ എതിർതല പറഞ്ഞു തറുതല പറഞ്ഞു അങ്ങനെ പറയുകയാണെങ്കിൽ പോലും നിങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നിങ്ങൾക്ക് എന്തും പറയാനുള്ള അവകാശമുണ്ട്. ഒരാൾക്കും നിങ്ങളെ അടിക്കാനോ മാന്താനോ ലൈസൻസ് ഇല്ല. കല്യാണം കഴിച്ചു വന്നാൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് അടിക്കണ പാടുകളും കാര്യങ്ങളും, അതിനൊന്നും അവകാശം അവർക്കില്ല. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കാം. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മാത്രമാണ്. അത് വേറൊരാളുടെ കൈ പതിയാൻ നിങ്ങൾ ഒരിക്കലും ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. ഇങ്ങോട്ട് കൊടുത്താൽ അങ്ങോട്ട് തിരിച്ചു തരാനുള്ളൊരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവണം. അത് ആദ്യം തന്നെ നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ പെൺകുട്ടികളെ പാവം കുട്ടികൾ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിൽ കൂടെ ഒരിക്കലും കുട്ടികളെ നിങ്ങൾ വളർത്തരുത്. ഒരിക്കലും നമ്മുടെ ഇനിയുള്ള കാലത്തെങ്കിലും ഇങ്ങനത്തെ ന്യൂസുകളൊന്നും കേൾക്കാതിരിക്കട്ടെ. എല്ലാവരുടെ മനസ്സിലും കുറച്ച് വിവരം വിദ്യാഭ്യാസമൊക്കെയുള്ള പുതിയ ജനറേഷനിലും ഇങ്ങനത്തെ ന്യൂസുകൾ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ഇനിയുള്ള ആൾക്കാർക്കെങ്കിലും നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഒരിക്കലും ഒരു പെൺകുട്ടീനെ സ്ത്രീധനത്തിൻ്റെ പേരിലോ പൈസ ഇല്ല, നിൻ്റെ വീട്ടിൽ പൈസ ഇല്ല, നിൻ്റെ ഭാര്യ വീട്ടിൽ നിന്നും എന്ത് കിട്ടി, എനിക്ക് ചോദിച്ച ഒരു ഇഷ്യൂകളും ഇനി ഇല്ലാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.